ഉണ്ടായിരുന്നു 239 പാമ്പുകളെയും പിടികൂടിയിട്ടാണ് എനിക്ക് മരത്തിൽ കയറി പാമ്പിനെ പിടിക്കാൻ കഴിയും. അതിലൊരു ഭാഗ്യമുണ്ട്. എനിക്ക് ഫയർഫോഴ്സുകാരനെ വിളിക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പിന്നെ എല്ലാം എന്താണെന്നും അല്ല, പെട്ടെന്ന് പാൻറ്റൊക്കെ എടുത്തിട്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് അവിടെ പോയപ്പോൾ 2 പാമ്പുകളൊന്നും എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ പാൻസിലാണ് വീണത്. ഞാൻ ബെൽറ്റും കെട്ടിയില്ല, അകത്തൊന്നും ഇടാനും മറന്നുപോയി എന്നുള്ളത്, പാൻറ്റൊക്കെ ഉരിഞ്ഞു പോയി എന്നുള്ളത്. ആകപ്പാടെ ഇരുട്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, അവിടെ വെട്ടമില്ലായിരുന്നു എന്നുള്ളത് ഭാഗ്യമായി എന്നുള്ളതാണ്. ഇതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന് ഈ പരിപാടിയിൽ പങ്കെടുത്ത മഹത് വ്യക്തിത്വങ്ങൾ എല്ലാവരും വാർഡ് മെമ്പർമാർ ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ വാർഡ് മെമ്പർമാർ നമ്മുടെ കണ്ണാടിയും അതുപോലെ 2 ലേഡിയും. പിന്നെ ഞാൻ ഈ 2 പേരെ എനിക്ക് പരിചയമുണ്ട്. ഈ 2 പേരെ ഞാൻ വഴിയിൽ വെച്ച് ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ പുതിയ ചിരിച്ചുകൊണ്ട് വന്ന ചെറുപ്പം നമ്മളെ പ്രിയപ്പെട്ട കൗൺസിൽ എല്ലാവരും ചിരിച്ചുകൊണ്ട് വന്നു. മാഡം വന്നപ്പോൾ നല്ല സൗണ്ട് കേട്ടോ, അങ്ങറ്റത്തിരിക്കുന്ന മാഡം നല്ല സൗണ്ട്, സൂപ്പർ സൗണ്ട്. പക്ഷെ പാട്ടൊക്കെ പഠിക്കണമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, എന്താ അടിപൊളി. എന്തായാലും അതുപോലെ ഞാനും മാഡവും തമ്മിലൊരു വേദി പങ്കിട്ടിട്ടുണ്ട്, ഒരു ക്ലാസ്സിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും പറയുന്നു എല്ലാവർക്കും ഓണത്തിനൊരു ഇതുണ്ട്, ഓണം അടിപൊളിയാണെന്ന്. പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു ഓണമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓണമില്ല. 15 വർഷം കൊണ്ട് ഞാൻ ഓണം ഉണ്ടെന്നത്, തിരുവോണം ഉണ്ടെന്നത് നന്ദകുമാർ എന്നെ ഞാനാക്കിയ കാട്ടാക്കടയിൽ ഒരുപാട് കോളുകൾ എന്നെ വിളിച്ച്. അതുപോലെ കാട്ടാർമേള ഒന്നുമില്ലായിരുന്നു. കാട്ടാർമേള ഇത്രയും വലുതാക്കിയത് ഞാനൊരുത്തനായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഒരു 150 പാമ്പിനെയും കൊണ്ടുവരും, വേദിയിൽ ആൾ കൂടും, ഞാൻ ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും പോകും. പക്ഷേ ആദരവ് വന്നപ്പോൾ എന്നെ ക്ഷണിച്ചില്ല കേട്ടോ. അതിലൊരിക്കലും വിഷമമുണ്ട്, ഒരു പരാതിയുണ്ട്. ഞാൻ കാട്ടാക്കട മുരത്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷം. നന്ദു അതുപോലെ നമുക്ക് ഒരുപാട് കോളേജിനോട് ഒരുപാട് പ്രോഗ്രാംസ് കാട്ടാക്കട കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു വേദന, ഞാൻ ഓണം ആഘോഷിക്കാം, ഞാനൊരു തുണി പോലും ഞാൻ കാശ് കൊടുത്ത് വാങ്ങാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും ഓണം അടിച്ചു പൊളിക്കുമ്പോൾ നമുക്ക് ചുറ്റിനും ഭക്ഷണമില്ലാത്ത ഒരുപാട് ആൾക്കാർ, എല്ലാവരെയും തന്ത്രത്തിലാക്കാൻ നമുക്ക് ഒരിക്കലും ആരെയും കഴിയില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പോൾ എനിക്ക് ഒരിടത്തും കൊടവയറിനായ ഒരു മഹാബലിയെ കാണാൻ കഴിഞ്ഞില്ല. കാരണം മഹാബലി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ലോകമെമ്പാടും ഒറ്റ കുതിരപ്പുറത്ത് സഞ്ചരിച്ച എല്ലാ ആയോധനകളും പഠിച്ച 6 പാക്ക് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മഹാബലി എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ ഒരിക്കലും നിങ്ങൾ കൊടവയറിനായി ചിത്രീകരിച്ച് കപ്പട മീശയൊക്കെ വെച്ച് വായിക്കൂടി ഇങ്ങനെ മീശയൊക്കെ ഇട്ട് പായസം കുടിക്കുമ്പോൾ മീശയിലിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ചിത്രീകരിക്കാതിരിക്കുക. അത് ഒരു മോശപ്പെട്ടൊരു പ്രവണതയാണ്. അതുപോലെ നിങ്ങൾ എല്ലാവരും പറയുന്നു മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, പണ്ടെങ്ങാണ്ട മഹാബലിയെ പോലെ ഒരാൾ നാട് ഭരിച്ചു, അന്ന് എല്ലാവരും സമരായിരുന്നു എന്നാണ്. അങ്ങനെയാണോ വരികളുടെ അർത്ഥം? മാവേലി നാടുവാണിടും കാലം, എന്തെങ്കിലും ഒരിക്കൽ മഹാബലിയെ പോലെ ഒരാള് ആടുഭരിക്കും, അന്നെല്ലാവരും സമരായി ജീവിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുക. അതുപോലെ എൻ്റെ മേഖലയിലുള്ള ശ്രീമാൻ ലാലു ഉണ്ടങ്കോട് ഇവിടെ ഈ ഗാനമേള ട്രിപ്പിൽ പങ്കെടുക്കും. അദ്ദേഹം പാമ്പ് സംരക്ഷകനാണ്, പൂജപ്പുര സ്നേക് പാർക്കിലുള്ള ആളാണ്. ഒരുപാട് പാമ്പുകളെ പിടികൂടിയതും പാമ്പിന്റെ കടി വാങ്ങിയ ഒരാളാണ്. അടുത്ത വേദിയിൽ അദ്ദേഹത്തിനെ ആദരിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. അവിടെ വേദിയിൽ ആദരവ് കിട്ടട്ടെ എന്ന് സർവേശ്വരോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാൻ പറഞ്ഞു. എനിക്കന്ന് ഇന്നലെ എന്നെ വേദനിപ്പിച്ചത്, നിങ്ങളെല്ലാവരും 3 നേരം മൃഷ്ടാനം അടിക്കുമ്പോൾ ഞാൻ തിരുവോണം രാവിലെ കാപ്പ് കുടിച്ചില്ല, ഉച്ചയ്ക്ക് 3 നേരം ലേശം ചോറ് കഴിച്ചു, രാത്രി കഴിച്ചില്ല. എന്താണെന്ന് അറിയാമോ? ഞാൻ ചാലക്കുടി മെഡിക്കൽ കോളേജ് ചാലക്കുടിയിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ആ ലോഡ്ജിൽ നിന്ന് ഞാനൊരു പ്രോഗ്രാമിന് പോകാണ്ട് ഇങ്ങനെ വഴിയെ പോകുമ്പോൾ റോഡിന്റെ വലത് സൈഡിൽ ഒരു മസ്ജിദിന്റെ മുന്നിൽ ഒരു ഉടുതുണിയില്ലാതെ അപ്പുറത്ത് മോശം പാസ് ചെയ്തിട്ട് ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അദ്ദേഹം പ്ലാസ്റ്റിക് സിബപ്പിന്റെയും മറ്റുമൊക്കെ കവർ ചവച്ച് തിന്നുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഫോട്ടോ അങ്ങനത്തെ എന്താ പറയുക, മോശപ്പെട്ട ഫോട്ടോകൾ അടിക്കുന്ന വിനോദം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോയിൽ മൊബൈലിൽ അത് പകർത്തിയില്ല. എനിക്ക് എൻ്റെ ചങ്ക് പറഞ്ഞൊരു ദിവസമായിരുന്നു. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി വന്നിട്ട് മെഡിക്കൽ കോളേജിന്റെ പരിസരം മുഴുവനും നടന്നു നോക്കി, അദ്ദേഹത്തിനെ കിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി 7 മണിക്ക് അദ്ദേഹത്തിന് വീണ്ടും അതിന്റെ താഴെ ഒരു കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന ഒരു ഓർഫനേജിന്റെ താഴെ അദ്ദേഹം തുണിയില്ലാതെ, തുണിയൊന്നും വസ്ത്രമൊന്നുമില്ലാതെ തൊട്ടടുത്ത് മോശം പാസ് ചെയ്ത് കിടക്കുന്ന എനിക്ക് കാണാം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഫുഡ് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞു. അതിന് ശേഷമാണ് രാത്രി എനിക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഇവരുടെ ചാരിറ്റി ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, നല്ല നിമിഷങ്ങൾ നേർന്നുകൊണ്ട്, നല്ല മണിക്കൂറുകൾ നേർന്നുകൊണ്ട്, നല്ല ദിവസം അഥവാ നല്ല ആഴ്ച അഥവാ നല്ല മാസം അഥവാ നല്ല വർഷം അഥവാ നല്ല കാലങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക കഴിഞ്ഞുവെങ്കിലും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഈ ആദരവിന് നന്ദി, നമസ്തേ. ഒരു കരഘോഷം കൊടുക്കാം ശ്രീ സുരേഷ് ചേട്ടാ, പ്ലീസ്.